എന്റെ മകൻ ടീൻ ഏജ് ആയി വളരുന്നത് വരെ ഞാൻ കാത്തിരുന്നില്ല. അവനെ 6 വയസ്സായപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ തുടങ്ങി. അവനെ സ്കൂളിലേക്ക് ഇറക്കാൻ കാർ നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ണിയെ, ഒരു ചെറിയ കാര്യം പറയണം. അവൻ ചോദിച്ചു, എന്താണ് അച്ഛാ? ഞാൻ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ ഒരിക്കലും അത് വാങ്ങരുത്. അവൻ പറഞ്ഞു, അച്ഛാ, ഇതെല്ലാം നാം പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, പക്ഷേ ഇന്ന് നീ 6th ഗ്രേഡിലേക്ക് മിഡിൽ സ്കൂളിലേക്ക് കയറുന്ന ദിവസം, അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കണം എന്ന് തോന്നി. ഇത് സാധാരണമായി എങ്ങനെ സംഭവിക്കാറാണ് എന്ന് ഞാൻ പറയാം. ഒരു ദിവസം ആരെങ്കിലും നിനക്ക് ഒരു ഗുളികയോ പൊടിയോ വേപ്പിയോ നൽകാം. പിന്നെ അവർ പറയാം, ഇത് ഫനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാറുണ്ട്. മയക്കുമരുന്ന് എല്ലായ്പ്പോഴും അറിയാത്ത ആളുകളിൽ നിന്ന് ബോട്ടിലോ പാക്കറ്റിലോ വരണമെന്നില്ല. ചിലപ്പോൾ അത് ഒരു സുഹൃത്തിന് നിന്നായിരിക്കും വരുന്നത്. അവർ നിന്നെ സമ്മതിപ്പിക്കാൻ നോക്കും, കാരണം സ്വന്തം തെറ്റായ തീരുമാനത്തിന് കൂട്ടുപ്രതിയായി നീ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കും. ഇത് തെറ്റാണ് എന്ന് നിനക്കറിയാം. ഒരാളുടെ തെറ്റായ പെരുമാറ്റത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കരുത്. ഇത് ഒരിക്കലും സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ തകർന്നു പോകും. നീ എൻ്റെ എല്ലാം ആണ്. അവൻ എൻ്റെ കണ്ണിലോട്ട് നോക്കി പറഞ്ഞു, ശരി അച്ഛാ, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. വാക്കേ, കുട്ടികൾ വലുതാകുമ്പോഴല്ല, നാം അവരെ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. കാരണം അപകടം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. അതിനാലാണ് ജാഗ്രത.